ഹോസ്പിറ്റലിൽ വരി. എനിക്ക് അമ്മായി അങ്ങോട്ട് പിടി, 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 പിടി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൗരിയമ്മായി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഗൗരിയമ്മായിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശിവാനിയാണെങ്കിൽ അത്ഭുതത്തോടെ ഞെട്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എത്ര ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ അമ്മായി. അപ്പോൾ ഗൗരിയമ്മായി പറയുന്നുണ്ട്, 2 ദിവസം. എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്? ഒരാഴ്ച. അങ്ങനെ ഗൗരിയമ്മായി വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഒരു അടവിടുകയാണ്. അമ്മയൊക്കെ ഓടി വരുമ്പോഴത്തേക്കും എനിക്ക് പനിയാണെന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയും പാറക്കൂട്ടിക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ആരും ശബ്ദത്തിലൊന്നും സംസാരിക്കില്ല, എനിക്ക് ശബ്ദം കേൾക്കുമ്പോഴേ തലവേദന എടുക്കുവാണ്, എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ആകപ്പാടെ വിഷമമാകുകയാണ്. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗൗരീനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഗൗരീനെ അപ്പം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് കട്ടിലേക്ക് കടത്തുകയും അതുപോലെ പുതയ്ക്കാനുള്ള പുതപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൗരിക്ക് ഇതെല്ലാം പണിയായിട്ടാണ് കിട്ടുന്നത്. കാരണം നല്ല ചൂടല്ലേ, ആ സമയത്ത് പുതപ്പ് പുതച്ച് കിടക്കാനൊക്കെ അമ്മച്ചി പറയുന്നുണ്ട്. ശിവാനിക്ക് മാത്രമാണ് ഇതിൽ സത്യം അറിയത്തുള്ളൂ. കാരണം അമ്മായിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യമൊക്കെ ശിവാനിക്ക് അറിയാം. ശിവാനി വന്നപ്പോൾ കണ്ടതാണ്. പക്ഷെ ശിവാനിയും അമ്മായിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും ഗായത്രി അമ്മായിനെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് ഗായത്രി അമ്മായി പറയുകയാണ്, എനിക്ക് ആപ്പിള് വേണം. അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ കേശു ആപ്പിൾ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ട്. അതിനുശേഷം റസ്ക് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുമുണ്ട്. ഈ സമയത്താണെങ്കിൽ പനി മാറാൻ വേണ്ടി മുത്തശ്ശിയാണെങ്കിൽ ആവി പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിർബന്ധിച്ച് അമ്മായിനെ കൊണ്ട് ആവി പിടിപ്പിക്കുന്നുണ്ട്. ആവി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും മുഖം നീറിക്കൊണ്ട് ഓടുകയാണ് അമ്മായി ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കട്ടിലേ വന്ന് കടന്ന അമ്മായി ബാക്കിയുള്ളവരെ കൊണ്ട്, അതായത് ശിവാനീനെ കൊണ്ടും പാർക്കുട്ടീനെ കൊണ്ടൊക്കെ കാലൊക്കെ പിടിപ്പിച്ച് തിരുമിക്കുന്നൊക്കെ ഉണ്ട്. പനിയാന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് തന്നെ അത് മാക്സിമം മുതലാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശിവാനിയാണെങ്കിൽ കാലൊക്കെ പിടിച്ച് തിരിച്ചൊടിച്ച് വിടുന്നുണ്ട്. ശിവാനിക്കെല്ലാം സത്യം അറിയാലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശി വന്നിട്ട് ശിവാനീനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശിവാനി വിടുന്നില്ല. ശിവാനി തിരുമുന്നതിനോടൊപ്പം തന്നെ നല്ല പണിയും കൊടുക്കുന്നുണ്ട് അമ്മായിക്കിട്ട്. അങ്ങനെ അവസാനം അമ്മായി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും കൂടെ സപ്പോർട്ട് ചെയ്ത് വരികയാണ്, എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ അമ്മായി പറയാണ്, എനിക്ക് പനിയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. എല്ലാവരും പറ്റിച്ചു എന്ന് വിചാരിച്ച് അമ്മായിക്ക് തിരിച്ചൊരു പണി കൊടുത്തുകൊണ്ട് മുത്തശ്ശി പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ആവി പിടിക്കാൻ തന്നതിൻ്റെ അകത്ത് കുറച്ച് രഹസ്യക്കൂട്ടൊക്കെ ചേർത്ത് നിന്റെ മോന്തയൊക്കെ നീറിച്ചെന്നുള്ള കാര്യം. നീ എന്നെ പറ്റിക്കുക എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ടാണ് നിനക്കും തിരിച്ചൊരു പണി തന്നതെന്നുള്ള കാര്യം. അങ്ങനെ നല്ല രസമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കാണാൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം.